കൊല്ലം പ്രാദേശികം. സായാഹ്നം. സമയം 6 മണി കഴിഞ്ഞു 15 മിനിറ്റ്. ഇന്ന് 2025 ഡിസംബർ 3 ബുധനാഴ്ച. കൊല്ലവർഷം 1201 വൃശ്ചികം 17 ഭരണി. നമസ്കാരം. വാർത്തകൾ തയ്യാറാക്കിയത് നിഷ എം. തടത്തിൽ. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി 1 മാസം കൂടി സമയം നീട്ടി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതി വ്യാജമെന്ന് സുഹൃത്ത് ഫെന്നി നൈനാൻ ആവർത്തിച്ചു. നാവികസേന ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തിരുവനന്തപുരത്തെത്തി. സഞ്ചാർസാധി ആപ്പ് സംബന്ധിച്ച വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മൊബൈൽ ഫോൺ കമ്പനികളുടെ ആലോചന. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ശബരിമല വാർത്തകൾ. അന്വേഷണത്തിന് 1 മാസം കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി അനുവദിച്ച 6 ആഴ്ചത്തെ സമയം ഇന്ന് അവസാനിക്കാനിരിക്കെ അന്വേഷണത്തിനായി 1 മാസം കൂടി സമയം നീട്ടി നൽകി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന SITയുടെ അപേക്ഷ പരിഗണിച്ചാണ് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. സുരേഷ് ഗോപി നിലപാട്. ശബരിമല കേന്ദ്രത്തിന് എടുത്തുകൂടെ എന്ന ചോദ്യത്തോട് പ്രതികരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നും മോദിയുടെ മേൽനോട്ടത്തിൽ ശബരിമല വരണമെങ്കിൽ അതിന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും പറഞ്ഞു. ജാമ്യാപേക്ഷ തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും പരിഗണിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേരളം. മറ്റ് രാഷ്ട്രീയവും നിയമവും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങൾ. പരാതി വ്യാജമെന്ന് സുഹൃത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ KPCCക്ക് ഇന്നലെ നൽകിയ ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്ന് രാഹുലിന്റെ സുഹൃത്തും അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയുമായ ഫെന്നി നൈനാൻ ആവർത്തിച്ചു. ഹോം സ്റ്റേ പോലൊരു കെട്ടിടത്തിൽ യുവതിയെ എത്തിച്ചതും തിരികെ കൊണ്ടുപോയതും താനാണെന്നാണ് യുവതിയുടെ പരാതി. മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. രാഹുൽ മാങ്കൂട്ടിൽ MLAക്കെതിരായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എടുക്കുന്നതിനിടെ പാലക്കാട് കുത്തന്നൂരിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം നടന്നു. ശബരിമല വിവരങ്ങൾ ചോദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. CPM യൂത്ത് കോൺഗ്രസ് വിമർശനം. രാഹുൽ കാരണം കോൺഗ്രസിന് പാലക്കാടുള്ള ഏക സീറ്റും നഷ്ടമാകുമെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ് വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ രംഗത്തു വന്നു. രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. ദേശീയ വാർത്തകൾ. രാഷ്ട്രപതി ഇന്ന് തിരുവനന്തപുരത്തെത്തി. നാവികസേന ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ശംഖുമുഖത്തേക്ക് പോയ രാഷ്ട്രപതി നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സഞ്ചാർസാധി ആപ്പ് വിവാദം. മൊബൈൽ ഫോണുകളിൽ സഞ്ചാർസാധി ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെ കൂട്ടായി കാണാൻ മൊബൈൽ ഫോൺ നിർമ്മാണ കമ്പനികളുടെ ആലോചന. ആപ്പിൾ, ഗൂഗിൾ കമ്പനികൾ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യില്ലെന്നാണ് നിലവിലെ വിവരം. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദത്തിൽ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഹിന്ദു ദൈവങ്ങൾക്കെതിരായ പരാമർശം മതവികാരം വ്രണപ്പെടുത്തിയെന്ന വിമർശനമുയർത്തി വിവാദത്തിലായി. വെടിയുണ്ടകൾ കണ്ടെത്തി. ആലപ്പുഴ കാർത്തികപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിൽ നിന്നും കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന 2 റൗണ്ട് ബുള്ളറ്റുകൾ കണ്ടെത്തി. കായിക രംഗത്തെ പ്രതിസന്ധി. ISL പ്രതിസന്ധി തീർക്കാൻ കേന്ദ്രകായിക മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ആഭ്യന്തര മത്സരങ്ങൾ നടത്താനുള്ള വാണിജ്യ പങ്കാളികളെ കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധി. ഒളിമ്പിക്സ് സംബന്ധിച്ച സുരേഷ് ഗോപി പരാമർശം. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുമെന്നും കേരളവും അതിന് സജ്ജമാകണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെയും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. അന്താരാഷ്ട്രം. വധശിക്ഷയ്ക്ക് 13കാരൻ. കുടുംബത്തിലെ 13 പേരെ കൊലപ്പെടുത്തിയ യുവാവിനുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ താലിബാൻ കരുവാക്കിയത് 13കാരനെയാണെന്ന് റിപ്പോർട്ട്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റിൽ 80,000-ഓളം ആളുകളെ സാക്ഷിയാക്കിയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ട്രംപിന്റെ പരാമർശം. മിനസോട്ടയിലെ സൊമാലിയക്കാർക്കെതിരെ രൂക്ഷ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ചവർ എന്നാണ് അദ്ദേഹം വിളിച്ചത്. പുടിൻ യുദ്ധഭീഷണി. യൂറോപ്യൻ ശക്തികൾ യുദ്ധത്തിന്റെ പക്ഷത്താണെന്ന് വിമർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുടിൻ. യൂറോപ്പിന് യുദ്ധമാണ് വേണ്ടതെങ്കിൽ യുദ്ധം ചെയ്യാൻ റഷ്യയും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ലോകം. സ്വർണ്ണവിലയിൽ വർധനവ്. സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 11,970 രൂപയായി. പവന് 520 രൂപ വർദ്ധിച്ച് 95,760 രൂപയുമായി. അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ സ്വർണ്ണവില ഇന്ന് കയറ്റത്തിലാണ്. BSNL മുന്നേറ്റത്തിൽ. വരിക്കാരുടെ വളർച്ചയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL സ്വകാര്യ ഓപ്പറേറ്ററായ വോഡഫോൺ ഐഡിയയെ മറികടന്നു.
ട്രായിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 മാസങ്ങളിലായി BSNL 20 ലക്ഷത്തിലധികം പുതിയ ഉപയോക്താക്കളെ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ വിനിമയ നിരക്ക്. പ്രധാന കറൻസികൾ: ഡോളർ 90.27, പൗണ്ട് 119.54, യൂറോ 105.08, സൗദി റിയാൽ 24.05, UAE ദിർഹം 24.49. 7. സിനിമ, സാഹിത്യം, ആരോഗ്യം. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് SUV. മാരുതി സുസുക്കി ആദ്യ ഇലക്ട്രിക് SUV വിറ്റാരയെ പ്രദർശിപ്പിച്ചു. ഒറ്റ ചാർജിൽ 543 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഈ വാഹനം ഉടൻ ബുക്കിംഗ് ആരംഭിച്ച് അടുത്ത വർഷം വിൽപ്പനയ്ക്കെത്തും. കളങ്കാവൽ ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണം. മമ്മൂട്ടി, വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കളങ്കാവലിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് ഗംഭീര പ്രതികരണം. ഡിസംബർ 5-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ. യുവതാരം തിരുവീർ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ഓ സുകുമാരി എന്ന് പുറത്തിറക്കി. ഐശ്വര്യ രാജേഷാണ് നായിക. മുഹമ്മദ് അബ്ബാസിന്റെ നോവൽ. മുഹമ്മദ് അബ്ബാസിന്റെ ഏറ്റവും പുതിയ നോവൽ പ്രണയക്കാവിലമ്മ പുറത്തിറങ്ങി. കരൾ, അർബുദം, കാപ്പി പഠനം. ദിവസവും 2 കപ്പ് വരെ കാപ്പി കുടിക്കുന്നത് കരൾ അർബുദമായ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ പിടിപെടാനുള്ള സാധ്യത 35% വരെ കുറയ്ക്കുമെന്ന് പുതിയ പഠനം കണ്ടെത്തി. കാപ്പിയിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകളാണ് ഇതിന് കാരണം. നന്ദി, നമസ്കാരം.